അപ്പോൾ അതിൽ നിന്നൊരു സ്ത്രീ മുന്നോട്ട് വരാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലുള്ളവർക്കും പ്രശ്നമായിരിക്കാം, പുറത്തുള്ളവർക്കും പ്രശ്നമായിരിക്കും. അതൊരു പോയിന്റ് ആവാം. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ഇപ്പോൾ ശ്വേതാമേനോൻ ട്രൈ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു കളിയായി ആരെങ്കിലും എന്തെങ്കിലും പൊങ്ങി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ അതവരെ കാഴ്ചപ്പാടാണ്. അവർക്ക് എങ്ങനെ അഭിനയിക്കാൻ അവർക്ക് വേതനം കിട്ടാൻ അവരെ സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. ക്രൂസ് എല്ലാം വേറെ ഉണ്ട്. ശ്വേതാമേനോനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. മേളിലേക്ക് ആര് വന്നാലും സ്വാഭാവികമായിട്ട് അവരെ വലിച്ചു താഴെയിടാൻ നോക്കാറുണ്ട്. സോ ദെയർസ് എ ചാൻസ് ഫോർ ദാറ്റ്. ഇപ്പോൾ ഹിന്ദി സിനിമ ചെയ്യുന്ന പോലെ കേരളത്തിൽ ഡബ് ചെയ്യാൻ പറ്റില്ല. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമകൾ, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമകൾ, ആ സിനിമകൾക്കെതിരെ ഇന്ന് ഒരു വ്യക്തി കേസ് കൊടുത്തിരിക്കുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോനെതിരെ മാർട്ടിൻ മേനാഞ്ചേരി എന്ന വ്യക്തി കേസ് കൊടുത്തിരിക്കുന്നത്. ഈ അവസരത്തിൽ ശ്വേതാ മേനോൻ കുറ്റാരോപിതയാണോ, ശ്വേതാ മേനോൻ തെറ്റുകാരിയാണോ എന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരു അനാവശ്യമായിട്ടുള്ള കേസാണോ അത്? അതായത് യഥാർത്ഥത്തിൽ ശ്വേതാ മേനോൻ കുറ്റക്കാരിയാണോ? ശ്വേതാ മേനോൻ കുറ്റക്കാരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം റീസെൻ്റ്ലി പൊക്കിക്കൊണ്ട് വന്ന കേസാണല്ലോ. അത് പണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നല്ലോ. സോ ഇതൊരു ഫേക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നു. അമ്മയുടെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിന്നപ്പം അതിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമമായിട്ട് കേസിന് തോന്നുന്നുണ്ടോ? പേഴ്സണലി എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഓർഗനൈസേഷൻ ആണല്ലോ. സോ മേളിലേക്ക് ആര് വന്നാലും സ്വാഭാവികമായിട്ട് അവരെ വലിച്ചു താഴെയിടാൻ നോക്കാറുണ്ട്. സോ ദെയർസ് എ ചാൻസ് ഫോർ ദാറ്റ് ഓൾസോ. അങ്ങനെ അഭിനയിക്കണമെങ്കിലും തീർച്ചയായും അതിൻ്റെ വ്യക്തിപരമായിട്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും അവർ സിനിമയിൽ അങ്ങനെ അഭിനയിക്കണം. അതിന് സമ്മതം ഇല്ലാണ്ട് പിന്നെ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സൊസൈറ്റി അങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും. അത് ഓരോ സൊസൈറ്റിയും എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം വരിക. ഇപ്പോൾ ഹിന്ദി സിനിമ ചെയ്യുന്ന പോലെ കേരളത്തിൽ ഡബ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്റ്റേറ്റും വീക്ഷിക്കണ ഒരു സിനിമ അങ്ങനെ ആ ഒരു രീതിയിൽ ഓരോ സിനിമ എടുക്കുകയുള്ളൂ. പിന്നെ അതവരെ കാഴ്ചപ്പാടാണ്. അവർക്ക് എങ്ങനെ അഭിനയിക്കാൻ അവർക്ക് വേതനം കിട്ടാൻ അവരെ സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ അവരെ രീതിയിൽ അഭിനയിക്കുന്നു. അതിന് മുന്നേ അവർ ഒരു മികച്ച അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. പക്ഷേ ജനങ്ങളെ കാഴ്ചപ്പാടിൽ അത് നെഗറ്റീവിലായിരിക്കും. നമ്മളെ ദിലീപ് സാറൊക്കെ അത്യുന്നതങ്ങളിൽ എത്തിയ ആളാണ്. പക്ഷെ ഒരു നെഗറ്റീവിലേക്ക് പിന്നീട് ഇടിഞ്ഞു പോയി. അത് ഏത് മനുഷ്യൻ്റെ ഏത് സമയത്ത് ഏത് ഗ്രാഫ് ഉയരാം താവാം, അത്രയേ ഉള്ളൂ ഞാൻ കാണുന്നത്. ആയിരിക്കാം. കാരണം അമ്മ സംഘടന എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിമൻ കമ്മ്യൂണിറ്റിനെ കൂടി ഉൾപ്പെടുത്തുന്നതല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു സ്ത്രീ മുന്നോട്ട് വരാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലുള്ളവർക്കും പ്രശ്നമായിരിക്കാം, പുറത്തുള്ളവർക്കും പ്രശ്നമായിരിക്കും. മാത്രമല്ല ഇപ്പം ശ്വേതാ മേനോൻ ഈ സിനിമയിൽ മമ്മൂട്ടിയുണ്ട്, മറ്റു താരങ്ങളുണ്ട്, അവർക്കെതിരെ ഒന്നും കേസില്ല. ശ്വേതാ മേനോനെതിരെ മാത്രമാണ് കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായിട്ടുള്ള ഒരു എതിർപ്പ് അവർക്ക് ഉണ്ടാവാം. ഈ പറയുന്നതിൽ സ്ത്രീ മുന്നിലേക്ക് വരുന്നത് തടയുന്നവരായിരിക്കാം. തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്നെയാണ് മമ്മൂട്ടിയും മറ്റു താരങ്ങളും അഭിനയിച്ചിരിക്കുന്നത്. അവർക്കൊന്നും സിനിമയാണ് കഥാപാത്രമാണ്. ആ രീതിയിലെടുക്കണം. ആ രീതിയിൽ എടുക്കാത്ത അതൊരു സിനിമയെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്. അത് കഥാപാത്രം പലതും ചെയ്യേണ്ടി വരും. അവർക്കൊന്നും എതിരെ കേസില്ല. ശ്വേതാ മേനോനെതിരെ മാത്രമാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അല്ല, അതൊരു പോയിന്റ് ആവാം. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ഇപ്പോൾ ശ്വേതാമേനോൻ ട്രൈ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു കളിയായി ആരെങ്കിലും എന്തെങ്കിലും പൊങ്ങി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സ്ത്രീകൾ പൊതുവെ ഇപ്പോൾ സാന്ദ്ര തോമസിന് ഇഷ്യൂ ആണെങ്കിലും ശ്വേതയുടെ ഇഷ്യൂ ആണെങ്കിലും ഒക്കെ സ്ത്രീകൾ ഇങ്ങനത്തെ സംഘടനയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഉയർന്നു വരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള സംഘടനകളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? ആയിരിക്കാം. സ്ത്രീകളെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇവർ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇതിൽ പോലും ക്രൈം നന്ദകുമാറിനൊക്കെ എന്തെങ്കിലും റോൾ എന്താ പറയണം. മറ്റേ ശ്വേതയുടെ കേസ് വ്യക്തിപരമായ ഇതാണ്. അത് സ്ത്രീകളോട് വിളിച്ചാൽ ചില സ്ത്രീകൾ നിയമങ്ങൾ മിസ്യൂസും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇല്ല. അവർക്ക് കൊടുക്കുന്ന ക്യാരക്ടറല്ലേ അവർ അഭിനയിക്കുന്നത്. എന്നാലും എങ്ങനെ കുറ്റക്കാരിയാവുന്നത്? പണ്ടാണ് ഈ ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം അങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് എന്തായിരിക്കും കേസ് കൊടുക്കാൻ? ഇപ്പം നമ്മുടെ അമ്മ സംഘടനയെ പറ്റി അറിയില്ലേ? ഇപ്പം അതൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ വനിതാ സ്ഥാനാർത്ഥിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പം അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ ചിലപ്പോൾ അവരെ വ്യക്തിപരമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ തന്നെ പണ്ടേ കേസ് കൊടുക്കണമായിരുന്നു. ഇല്ല, കാരണം അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഇതിൽ തന്നെ നിൽക്കുന്നതാണ്. ഇൻസൈഡ് അത് നമ്മുടെ ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൽ നിൽക്കുന്നത് തന്നെയാണ്. അത് ഓൾറെഡി നമ്മുടെ സെൻസർ ബോർഡ് അത് സർട്ടിഫൈ ചെയ്ത കാര്യമാണ്. അതിന് അവാർഡും കിട്ടിയതാണ്. അതിൽ ശ്വേതാ മേനോൻ അതിൽ ആക്ട് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ ഡയറക്ടറുണ്ട്, അതിൻ്റെ റിലേറ്റഡ് എല്ലാവരും ഉണ്ട്, ക്രൂസ് എല്ലാം വേറെ ഉണ്ട്. ശ്വേതാ മേനോനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതെ, അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഉത്തരവാദി എന്ന് പറയും. ഇപ്പം ഓരോ ഫിലിമിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടറാണ്.
ആളതിൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പം ആളാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിലും ആളാണ് അതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ അതെല്ലാം നമ്മുടെ ഇത് സെൻസർ ബോർഡ് അത് കംപ്ലീറ്റ് ആയിട്ട് സർട്ടിഫൈ ചെയ്തു. എല്ലാം അത് ഫിലിം ഇറങ്ങുകയും ചെയ്തു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇത് വേറെ എന്തോ ഒരു പകപോക്കൽ പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.